ഇതൊരു അവിഹിത വാർത്തയാണ്. താല്പര്യമുള്ളവർ മാത്രം കാണുക. ഒപ്പം പ്രായപൂർത്തിയായവരും. ഇതാണ് കഥയിലെ നായിക, നാഗർകോവിൽ സ്വദേശിനി രജനി. ഇത് കഥയിലെ വില്ലൻ, കരിങ്കല്ലത്താണി സ്വദേശി രജീഷ്. ഇനി കഥ പറയാം. ഇന്നലെയാണ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടൽ ഗേറ്റ്വേക്ക് സമീപം തമിഴ്നാട് കരൂർ സ്വദേശിയായ യുവാവ് മണികണ്ഠനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുകളിൽ നിന്നുള്ള വീഴ്ചയാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മുകളിൽ നിന്ന് യുവാവ് താഴെ വീണ് മരിക്കണമെങ്കിൽ അതിന് പിന്നിൽ സംഭവിച്ചത് ഇങ്ങനെയായിരിക്കും. നമ്മുടെ നായിക രജനി സ്പായിൽ തെറാപ്പിസ്റ്റാണ്. 3 മാസം മുമ്പ് ഡിണ്ടിക്കലിലെ സ്പായിൽ വെച്ചാണ് മണികണ്ഠനുമായി പരിചയമാകുന്നത്. അത് പിന്നീട് പ്രണയമായി വളർന്നു. രജനിക്കാണെങ്കിൽ എല്ലാവരുമായി പ്രണയമാണ്. കൂടെ പാലക്കാട്ടെ ഈ ഹോട്ടലിൽ രജനി എത്താറുണ്ടെന്ന് പല കാമുകന്മാരും രജനിയെ കാണാനും എത്തുന്നു. പാലക്കാട് ഏതൊക്കെയോ സ്പായിൽ തെറാപ്പിസ്റ്റായി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിനിടയിലാണ് നമ്മുടെ വില്ലന്റെ രംഗപ്രവേശനം. ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന രജീഷ് പാലക്കാട്ടെ ഹോട്ടലിൽ വെച്ചാണ് രജനിയെ പരിചയപ്പെടുന്നത്. അതും 2 മാസം മുമ്പ്. രജനി വിളിച്ചതനുസരിച്ചാണ് രജീഷ് ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. പക്ഷെ ഇരുവരും എത്തുന്നതിന് മുമ്പ് തന്നെ മണികണ്ഠൻ ഹോട്ടലിൽ എത്തുന്നു. കാരണം രജനി മണികണ്ഠനെ വിവരം അറിയിച്ചെന്ന് പാലക്കാടാണെന്ന്. രജനി എത്തിയില്ല എന്ന വിവരം അറിഞ്ഞ് മണികണ്ഠൻ മടങ്ങുന്നു. പിന്നീട് രാത്രിയിൽ ഏതോ സമയത്തെത്തി രജനിയുമായി സംസാരിച്ചു. ഇതിനിടയിൽ വില്ലൻ 5000 രൂപ നൽകി മണികണ്ഠനെ മടക്കി അയക്കുന്നു. പിന്നീട് രാത്രിയിൽ പലതവണ മണികണ്ഠൻ ഹോട്ടലിലെത്തുന്നു. സഹികെട്ട ഹോട്ടൽ ജീവനക്കാർ ഗേറ്റ് പൂട്ടുന്നു. പിന്നീടാണ് മണികണ്ഠൻ ഹോട്ടലിന് പിന്നിലൂടെ ഇവർ താമസിക്കുന്ന 4ാം നിലയിലേക്ക് കയറാൻ ശ്രമിച്ചത്. അവിടെ നിന്നും കാൽ വഴുതി വീണതാകാനാണ് സാധ്യത. എന്തായാലും സൗത്ത് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മുടെ നായികയുടെ പാലക്കാട്ടെ ചില കാമുകന്മാരെയും സൗത്ത് പോലീസ് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്.